ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ പിൻസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതുവരെ ചെയ്തിട്ടുള്ള ഐഡിയാസിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ് ഇത് കേട്ടോ. ഇതിനേക്കാൾ സിമ്പിളായിട്ട് ഇനി മറ്റൊന്നും ഉണ്ടാവില്ല, അത്രയും ഈസിയാണ്. നമ്മുടെ വീടുകളിലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകം വലിയ ചിലവുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ പിൻസ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ അടർന്നു പോകും. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ചയിലും അതുപോലെ ഈ ആഴ്ചയിലും ഒക്കെ നമ്മുടെ വീഡിയോസ് വളരെ കുറവായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം അടുത്ത് തന്നെ ഉള്ളൊരു പൂരം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ പനിയൊക്കെ വന്നു. പനി പിടിച്ചിട്ട് കുറച്ച് ശബ്ദമൊക്കെ പോയി, അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല, എന്നാലും മാറി വരുന്നു. അപ്പോൾ കുറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഹെയർ ക്ലിപ്സുകളൊക്കെ മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള കളറുകളൊക്കെ വേണം. അപ്പം നല്ല രസമാണ്, പോപ്പിൻസ് പോലെ ഉണ്ടാവും. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഈ ഒരു ഹെയർ പിൻസ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഹെയർ പിന്നിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഒരു പീസ് ഫോം ഷീറ്റിനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഫോം ഷീറ്റിലാണ് ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഫോം ഷീറ്റിൽ നമ്മൾക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ പിന്ന് കാണുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നല്ല ഭംഗിയാണത് കാണാൻ. ലോങ് ഹെയർ ഉള്ള ആൾക്കാർക്ക് സെൻറ്ററിലൊക്കെ ഇത് വെച്ച് കൊടുത്താൽ മുടിയിൽ നല്ല ഭംഗിയായിരിക്കും. 4 ഇഞ്ച് വീതിയുള്ള ചെറിയ സാറ്റിൻ റിബണുകൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മുടിയിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇത്, ബീഡ്സ് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതും നമുക്ക് പല നിറത്തിലുള്ള ബീഡ്സിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഡ്രസ്സിലേക്ക് ചേരുന്ന രീതിയിലുള്ള ബീഡ്സുകളൊക്കെ വെച്ചുകൊണ്ട് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ചെയ്യുമ്പോഴും വളരെ സിമ്പിളാണ്. അത് കോർത്തെടുക്കുന്ന ആ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ ഹെയറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടറ്റത്തും കുറച്ച് വലിയ ബീഡുകളെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഹെയർ പിന്നിലേക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കെട്ടിക്കൊടുക്കാം. അഴിഞ്ഞു പോരാത്ത രീതിയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ അതിനകത്ത് ചെയ്യാനുള്ളൂ. അതോടെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹെയർ പിന്ന് റെഡിയാവും കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് പോലും നമുക്ക് വേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഐഡിയ ചെയ്യാനായിട്ട് 4mm ഗീർ വയറാണ് എടുക്കുന്നത്. അതിലേക്ക് 3 മുത്തുകളെ കോർത്തെടുക്കുന്നുണ്ട്. അതിനെ നല്ലതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹെയർ പിന്നിലേക്ക് ചേർത്ത് ഒന്നുകൂടി പിരിച്ചു കൊടുത്ത് അതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അറ്റം ഉണ്ടല്ലോ, ആ 2 അറ്റം മുടിയിൽ കുരുങ്ങി പോവാതെയും തലയിൽ കുത്തി പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഫ്ലവറോ അല്ലെങ്കിൽ ഒരു ബീഡോ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് മിറർ വെച്ചിട്ടുള്ള ഒരു ഹെയർ പിൻസ് ആണ്. മിറർ വെച്ചിട്ടുള്ള ഹെയർ പിൻസ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിനകത്ത് ചെയ്യുന്നത്. അപ്പം നല്ല ക്യൂട്ടാണ് അത് കാണാനായിട്ട്. അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഐഡിയാസിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം അതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അടുത്തൊരു ഹെയർ പിന്ന് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഫോം ഷീറ്റ് ഫ്ലവറാണ്. ഇതൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ഐഡിയാസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ്, അപ്പോൾ പ്രത്യേകം കാണിക്കുന്നില്ല. അപ്പോൾ ഇതും നമുക്ക് ഹെയർ പിന്നിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ പിൻ തന്നെയാണത്. അതുപോലെ തന്നെ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് കേട്ടോ.
അടുത്ത നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റിൻ റിബൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഹെയർ പിന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു റോസ് ഫ്ലവറിനെയാണ്. സാറ്റിൻ റിബൺ ഉപയോഗിച്ച് ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള റോസ് ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതാണെന്ന് പറയും. അത്രയും ഈസിയാണ്. ഇന്നത്തെ ഐഡിയാസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത ദിവസം കിടിലനായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരുന്നുണ്ട്. അതിനെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്